നന്മയും തിന്മയുമായ കാര്യങ്ങൾ അത് മുഴുവനും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ള ഒരു വിശ്വാസമാണ് ഒരു വിശ്വാസിയെ. അതൊക്കെ അള്ളാഹുവിൻ്റെ വിധിയല്ലേ, അള്ളാഹിൻ്റെ വിധിയൊക്കെ നടക്കണ്ടേ എന്ന് പറഞ്ഞ് ഏത് പ്രതിസന്ധികളെയും മടമ്പുകാലുകളെ കൊണ്ട് പിന്നോട്ട് തട്ടിമാറ്റി മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഈ ഒരു കരുത്തുറ്റ വിശ്വാസമാണ്. ഏത് പ്രതിസന്ധിയും ഒരു വിശ്വാസിക്ക് തരണം ചെയ്യാതിരിക്കാൻ ഈ ഒരു വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ട് കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യുമിനു അഹദുൻ ഹത്താ യുമിന ബിഖദരി ഖൈരിഹി വശർരി. ഒരാളും യഥാർത്ഥത്തിൽ മുഅ്മിനാവുകയില്ല. ഒരു വിശ്വാസിയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവൻ ഖദർ കൊണ്ടുള്ള വിശ്വാസമാണ്. ഖദർ എന്ന് പറഞ്ഞാൽ നല്ലതും ചീത്തയും ഒക്കെ ജഗനിയന്താവായ തമ്പുരാനിൽ നിന്ന് വരുന്നതാണ് എന്നുള്ളൊരു ബോധമുള്ളത് കൊണ്ട് അതവന് ദുരന്തങ്ങൾ വരുമ്പോൾ മനസ്സമാധാനം നൽകുന്ന വിഷയമായി മാറുന്നു. നല്ലതും ചീത്തയും അല്ലാഹുവിൻ്റെ വിധി പോലെ നടക്കും എന്നുള്ളത് ഇത് മനുഷ്യ ജീവിതത്തെ അധിക ദുഃഖമോ അധിക സന്തോഷമോ ഇല്ലാതെ സമതുലിതാവസ്ഥയിൽ കൊണ്ടുപോകാൻ ഏറ്റവും പറ്റുന്നതാണ് എന്ന് ഈമാൻകാരത്തിൻ്റെ അവസാനത്തമായി ഖൈറ് ശർറ് കൊണ്ടുള്ള വിശ്വാസം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ജനീൻ എന്ന് പറയുന്നത് നമുക്കൊരു വിശ്വാസമുണ്ട്. നമ്മളൊക്കെ ഗർഭപാത്രത്തിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 4 മാസമാകുമ്പോൾ അതിൽ ജനീന നമ്മളാളി സലാസത്തുവ യാനി അഷുഹുർ അഥവാ ഒരു 4 മാസം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നമ്മൾ ആകുന്നതോടുകൂടി അവൻ്റെ എല്ലാം അവിടെ എഴുതി വെക്കുകയാണ്. 4 കാര്യങ്ങൾ അവിടെ എഴുതി വെക്കും. ഏതാണത്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, യദ്ഖുലു അലൈഹിം മലക്കും വയഉമുറുല്ലാഹ് ബികത്ബി റിസ്ഖിഹി വഅജലിഹി വഅമലി. അവൻ്റെ റിസ്ഖും അവൻ്റെ അജലും അവൻ്റെ അമലും, അവൻ ഷഖിയാണോ സഈദാണോ എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി പറയും. നമുക്കുള്ള മനസ്സമാധാനം അതാണ്. വലിയ ഒരു രോഗം വരുമ്പോൾ നമ്മൾ പറയും, ഞാൻ എൻ്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലായിട്ടുള്ളത് മലക്ക് വന്ന് എഴുതി വെച്ചതാണ്, അത് തടുക്കാൻ കഴിയില്ല എന്ന് പറയും. അതുകൊണ്ട് അവൻ ഈ വലിയ ദുഃഖത്തിൽ അവന് ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ അവന് സാധ്യമാണ്. വലിയ സന്തോഷങ്ങൾ വരുമ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ് എന്ന് പറയാനുള്ള മനസ്സ് അവന് ഉണ്ടാവും. അള്ളാഹു റസൂൽ പറയാം, ബികത്ബി റിസ്ഖിഹി. നമ്മൾ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ 4 മാസമാകുമ്പോൾ മലക്ക് വന്നുകൊണ്ട് ആ മലക്കിനോട് പറഞ്ഞു, എഴുതി വെക്കൂ ഇവൻ എങ്ങനെയാണ്, അവൻ എന്തൊക്കെ വേണമെന്നുള്ളത്, അവൻ എന്തൊക്കെ കിട്ടണമെന്നുള്ളത്. റിസ്ക് എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം എന്ന് മാത്രമല്ല. റിസ്ക് എന്ന് പറഞ്ഞാൽ അത് എല്ലാം അതിൽപ്പെട്ടു. അവൻ്റെ എല്ലാ വരുമാനങ്ങളും, അവൻ്റെ ശമ്പളവും, അവൻ്റെ വീടും, അവൻ്റെ വാഹനങ്ങളും, അവൻ്റെ സുഹൃത്തുക്കളും, അവൻ്റെ ഭാര്യയും, അവൻ്റെ മക്കളും എല്ലാം 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 ഈ റിസ്ക് എന്ന് പറയുന്ന വിഷയത്തിൽ പെട്ടു എന്നുള്ളതാണ്. വെറും ഭക്ഷണം മാത്രമല്ല. ഇത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് എഴുതി വെക്കാൻ വേണ്ടി പറയും. ബികത്ബി റിസ്ഖിഹി. ഈ റിസ്ക് എഴുതി വെക്കാൻ വേണ്ടി പറയും. ആർക്കൊക്കെയാണ് കൂട്ടുകൂടേണ്ടത്, ഏതെല്ലാം വാഹനത്തിൽ അവൻ സഞ്ചരിക്കും, ആകാശത്തിലൂടെ പറക്കുന്ന വിഹായസിലൂടെ പറക്കുന്ന വാഹനങ്ങൾ ഉടമയാകുമോ, അല്ലെങ്കിൽ വലിയ വലിയ വാഹനങ്ങൾ അവൻ സഞ്ചരിക്കുമോ, ആരാകും ഭാവിയിൽ എന്നൊക്കെ എഴുതി വെക്കുകയാണ്. ആരൊക്കെയാണ് അവൻ്റെ കുടുംബം, അവൻ്റെ ഭാര്യ എവിടെയാണ്, അവൻ്റെ മക്കൾ എത്രയാണ്, മക്കൾക്ക് എന്തെല്ലാം സംഭവിക്കും, മക്കളിലൂടെ എന്തെല്ലാം നേട്ടങ്ങൾ സന്തോഷങ്ങൾ വരും, അവൻ്റെ കൂട്ടുകാരാരാണ്, അവൻ്റെ കുടുംബമാരാണ്, അവൻ്റെ വീട് എവിടെയാണ്, അവൻ്റെ വീടിൻ്റെ വലിപ്പം എത്രയാണ്, എല്ലാം എഴുതി രേഖപ്പെടുത്തി വെക്കുകയാണ്. 4ാമത്തെ മാസത്തിൽ റിസ്ക് എഴുതി വെക്കാൻ വേണ്ടി പറയുന്നത്. വഅജലിഹി. അവന് എത്ര കാലം ഭൂമുഖത്ത് ജീവിക്കുമെന്നുള്ളത് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പറയാൻ. അവൻ ഇത്ര കാലം ജീവിക്കേണ്ടതുണ്ട് എന്ന് കണക്ക് വെക്കുകയാണ്. അതുകൊണ്ടാണ് ഏത് പ്രതിസന്ധി വന്നാലും വിശ്വാസികളുടെ മനസ്സിന് അത് പ്രയാസപ്പെടുത്താതിരിക്കുന്നത്. എന്തൊക്കെ പണികൾ അവിടെ നിന്ന് ഏതെല്ലാം രീതിയിൽ അവൻ ചെയ്യും എഴുതി വെക്കുകയാണ്. ഇവൻ വിജയിയാണോ പരാജയാണോ എഴുതി വെക്കുകയാണ്. ഈ ഒരു എഴുതി വെക്കുന്നത് മുഴുവനും അവനെ തേടി വരും. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ല, ഇന്ന റിസ്ഖ ല യത്ലുബുൽ അബ്ദ്. ഈ എഴുതി അവന്റെ റിസ്ഖ് എന്ന് പറയുന്നത് ഈ പറയപ്പെട്ടതെല്ലാം യത്ലുബുഹു അജലു കമാ യത്ലുബുഹു അജലു. അവൻ അവന്റെ ആയുസ് അവന്റെ പിന്നാലെ കൂടി പിടികൂടുന്നത് പോലെ
ഈ പറയപ്പെട്ട റിസ്കുകൾ മുഴുവനും അവന്റെ പിന്നാലെ കൂടി അവന്റെ കൂടെ ഉണ്ടാകും. അവന്റെ വാഹനം, അവന്റെ ഭാര്യ, അവന്റെ കുടുംബം, ഇതെല്ലാം അവന്റെ പിന്നാലെ അതെല്ലാം എത്തിക്കുക തന്നെ ചെയ്യുമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ടല്ലേ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി നോക്കും. നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയാൽ ട്രീറ്റ്മെന്റ് ചെയ്താൽ അതിന് ഫലം കാണണ്ടേ? അതിന് ഫലം കാണണം. പക്ഷെ ഫലം കാണാതിരിക്കുമ്പോൾ അവര് പറയും എല്ലാം തകരാറിലാണ്, മരുന്ന് ഫലിക്കുന്നില്ല. എന്താ ഫലിക്കാത്തത്? അങ്ങനെയുള്ളത് കൊണ്ട് ഏതെങ്കിലും വിഷയങ്ങളൊക്കെ മാറ്റാൻ കഴിയുമെങ്കിൽ ഇതുകൊണ്ട് മാറണമായിരുന്നല്ലോ. പക്ഷെ അള്ളാഹുവിന്റെ ഖദർക്ക് അല്ലാഹ് ഉണ്ടാകും. അതില്ലെങ്കിൽ മരുന്ന് ഫലിക്കില്ല എന്നുള്ളതാണ്. നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം, ഫലിക്കുമോ എന്നറിയില്ല. എല്ലാം നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോളൂ എന്ന് അതിവിദഗ്ധമായി എല്ലാ ഡിഗ്രിയും എടുത്ത PGയും പാസ്സായ ഏത് ഡോക്ടർമാരും പറയുന്നത് ഇതാണ്. ഞങ്ങൾക്ക് ഇത്രേ കഴിയൂ, ഇനി ഞങ്ങൾക്ക് കഴിയില്ല, ഇനി ഇതിലേറെ ചികിത്സിക്കാൻ കഴിയില്ല, എല്ലാം നിങ്ങൾ പറഞ്ഞോളൂ. അപ്പോഴാണ് ഒരു വിശ്വാസി പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തുന്നത്, അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ് ഒരു വിശ്വാസി. അള്ളാഹിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രങ്ങളുണ്ട്. ഒരു രോഗിയാകുന്ന രോഗിയെ പോയി മന്ത്രിക്കും ആളുകൾ. അങ്ങനെ മന്ത്രിക്കുമ്പോൾ അവന്റെ രോഗം അതിലൂടെ ശമനം വരും. അള്ളാഹിന്റെ റസൂൽ പ്രിയപ്പെട്ട പേരമക്കൾക്ക് മന്ത്രിച്ചിരുന്നു. നമുക്കറിയാം, വിശുദ്ധമായ ഖുർആൻ മന്ത്രിച്ചൂതിയിട്ട് വിഷമറക്കിയത് റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ നടന്ന് നമുക്കറിയാം. അപ്പൊ പിന്നെന്താ ഇങ്ങനെ സംഭവിച്ചത്? അതിലൂടെ നന്മകൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അതുപോലെ രോഗം വരുമ്പോൾ ആ രോഗത്തിന് ട്രീറ്റ്മെന്റിലൂടെ നിങ്ങൾ അതിലൂടെ സമാധാനം കിട്ടുന്നുണ്ടല്ലോ. അതുപോലെ എന്തെല്ലാം സുരക്ഷകളുണ്ടോ, എന്തെങ്കിലും ഇങ്ങനെ വരുമ്പോൾ അത് പ്രതിരോധിക്കാനുള്ളൊരു പ്രതിരോധ ശേഷി അതുമായി നിങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ അള്ളാന്റെ ഖദറിനെ തടുക്കുമോ എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫാനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്ന് ചോദിച്ചിരുന്നു. ഇന്നും ചില ആളുകൾ അങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാ പിന്നെന്തേ ഇങ്ങനെ കണക്കുണ്ടെങ്കിൽ അത് ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ അതെന്തെങ്ങനെ സംഭവിച്ചത്? അത് ഇന്നത്തെ ചോദ്യമല്ല. 14 നൂറ്റാണ്ട് മുമ്പ് അത് പുണ്യ നബിയോട് ചോദിച്ച ചോദ്യമാണ്. അള്ളാഹു റസൂൽ പറഞ്ഞു, മന്ത്രച്ചോദിയിട്ട് രോഗം ഷഫിയാകുന്നതും നിങ്ങൾ മന്ത്രിക്കുമെന്നും അങ്ങനെ മന്ത്രത്തിലൂടെ രോഗശമനം വരുമെന്നും അതും അതും അള്ളാഹുവിന്റെ ഖദറാണ്. അള്ളാഹു കണക്കാക്കി വെച്ചതാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഖുർആൻ പറഞ്ഞില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ലൻ തുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. എന്തോ ഒരു വലിയ വർത്താനായിരുന്നു. ഖുൽ നബിയെ താങ്കൾ പറയണം, ലൻ യുസീബനാ, ഞങ്ങൾക്കെത്തില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു ഞങ്ങൾക്ക് എഴുതി വെച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നും വരില്ല. എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ അത് ദുനിയാവിലെ സകല സുരക്ഷാ സന്നാഹങ്ങൾ ഉപയോഗിച്ചാലും എനിക്കത് തട്ടി മാറ്റാൻ കഴിയില്ല എന്നുള്ള ശക്തമായ രൂഢമൂലമായ ഒരു വിശ്വാസത്തിന്റെ കരുത്ത് ഈ വിശ്വാസികൾക്കുണ്ടാവുന്നത് കൊണ്ടാണ്. ലോക ചട്ടമ്പികളായ ഏറ്റവും വലിയ ആയുധങ്ങൾ ഇഷ്ടം പോലെ വാരിക്കൂട്ടി ഏറ്റവും വലിയ ലോകശക്തി എന്ന് പറയുന്ന സാക്ഷാൽ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളുണ്ടല്ലോ, അവരെ പോലെ തന്നെ രണ്ടാമത് വലിയ ശക്തി എന്ന് പറയുന്ന സാക്ഷാൽ ആ അമേരിക്കയുടെ ഊരയിൽ കൂര കെട്ടി താമസിക്കുന്ന സാക്ഷാൽ ഇസ്രായേൽ ശക്തമായ ബോംബർ വിമാനങ്ങൾ വന്നുകൊണ്ട് ബോംബുകൾ വർഷിക്കുമ്പോഴും അവർ മാളത്തിലേക്ക് പോകാതെ തെരുവോരങ്ങളിലൂടെ നെഞ്ചും പിരിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? അള്ള കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് സംഭവിക്കുമെന്നുള്ള കരുത്തുറ്റ വിശ്വാസത്തിലൂടെയാണ്. ആ വിശ്വാസമാണ് അവർക്ക് കരുത്ത് നൽകുന്നത്. മരിക്കുന്നത് പ്രശ്നമല്ലെന്ന് കണ്ടെത്തിയ ഒരു വിശ്വാസികളെ ഒരു ആധുനിക സംവിധാനങ്ങൾക്കും ബോംബർ വിമാനങ്ങൾക്കും അവിടെ കരുത്തുറ്റ വിശ്വാസമാകുന്ന കാരുരുമ്പിനേക്കാൾ ശക്തിയുള്ള ആ വിശ്വാസത്തിന് കളങ്കമേൽപ്പിക്കാൻ എത്ര വീര മിസൈലുകൾ വന്നു വീണാലും, പാറകളെ തുറക്കാൻ മാത്രം ശക്തമായ ബോംബർ വിമാനങ്ങൾ വന്നു വീണാലും ഈ കരുത്തുറ്റ കൽബിനകത്തേക്ക് അത് പ്രവേശിക്കില്ല. ഈ കരുത്തുറ്റ വിശ്വാസത്തെ അത് തകർക്കില്ല എന്നുള്ളത്. എന്താണ് അതിന്റെ കാരണം? ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ.
അല്ല കണക്കാക്കിയത് അത് ഞങ്ങൾക്കുണ്ടാകുമെന്നുള്ള കരുത്തുറ്റ വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ഏത് പ്രതിസന്ധികളെയും നമുക്ക് മറികടക്കാൻ കഴിയും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അജബല്ലി അംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ഖൈർ വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽമുഅ്മിൻ. ഈ കരുത്ത് ഒരു വിശ്വാസിക്ക് മാത്രമുള്ളതാണ്. അത് തവക്കുലിന്റെ കരുത്താണ്. അള്ളാഹുവിന്റെ വിധി പോലെ വരുമെന്നുള്ളൊരു കരുത്താണ്. എല്ലാം ഇവന് നല്ലതാണ്. അവന് എന്തെങ്കിലും നന്മ വന്നാൽ ശഖറ അൽഹംദുലില്ലാഹ് എന്ന് പറയും. എന്തെങ്കിലും പ്രതിസന്ധിയും പ്രയാസങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും വന്നാൽ സബറ, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറല്ല, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, അത് അവന് ഖൈറായി മാറുന്നു എന്ന്. അത് വിശ്വാസിക്ക് മാത്രമുള്ളതാണ്, അല്ലാതെ മറ്റൊരാൾക്കും അതില്ലാതെ പോകും. മഹാന്മാർ പറയില്ലേ, മഹാനായി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാം, കാലത്തെ അവഗണിച്ച് നിനക്ക് ചെയ്യാനുള്ളത് ചെയ്യുക. തെര അടങ്ങിയിട്ട് കപ്പലിറക്കൂല എന്നുള്ള ബോധ്യമാണ്. ഇനി ഞാനെന്ത് ചെയ്യാനാണ് എന്നുള്ള ചിന്ത നിനക്ക് വരാൻ പാടില്ല. ഇതൊക്കെ തട്ടി മാറ്റടോ, നീ ചെയ്യേണ്ട ചെയ്യും. ഇനിയിപ്പോ ഞാനൊരു കട തുടങ്ങിയിട്ട് ഒക്കെ ബോംബർ വിമാനങ്ങളൊന്നും വീഴാൻ അല്ലെങ്കിൽ എന്തൊക്കെയോ സംഭവിക്കാൻ, ഇനി എന്തിന് എന്ന് ചിന്തിക്കല്ല. അത് അതിന്റെ വഴിക്ക് പോകും. നീ നിന്റെ വഴി സ്വീകരിക്കണം. എന്ത് വിധി വന്നാലും എന്ത് വന്നാലും നീ അതിൽ സംതൃപ്തനാവണം. ഇത് അള്ളാന്റെ വിധിയാണ്, അള്ളാന്റെ ഖദറാണ് എന്ന് നീ മനസ്സിലാക്കണം. വലാ തജ്സഇ ലിഹാദിസത്തിൽ ലയാലി ഫമാ ലിഹവാദിസിദ് ദുനിയാ ബഖാഉ. വലാ തജ്സഇ ലിഹാദിസത്തിൽ ലയാലി, പ്രതിസന്ധികളിൽ നീ അസ്വസ്ഥനാവരുത്. പ്രതിസന്ധികളിൽ നിനക്ക് നിന്റെ അശക്തമായ ആ മനക്കരുത്ത് തകരരുത്. ദുനിയാവിന്റെ ദുരന്തങ്ങൾക്ക് അത് ഏത് സന്ദർഭങ്ങളും നിൽക്കില്ല. അതിന് ശാശ്വതമല്ലാതെ ഇന്ന് യുദ്ധം കൊണ്ട് കൊടുമ്പിരി കൊള്ളുന്ന സന്ദർഭമാവാം, അതിന് പരിഹാരമുണ്ടാകും. ഒരുപക്ഷെ വേണമെങ്കിൽ കൊറോണയുടെ പോലെയുള്ള അണുക്കൾ വന്നും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈറസുകളുടെ ലോകം മുഴുവനും കാലങ്ങളോളം മടച്ചിട്ടാലും സാക്ഷാൽ ഈ സമയവും കടന്നു പോകുമെന്നുള്ള ഒരു കരുത്തുറ്റ മനസ്സൊരു വിശ്വാസിക്കുണ്ടാകും. ഇതൊക്കെ കഴിഞ്ഞു പോവാൻ. നിന്റെ മോൾക്ക് സുഖമില്ല, കഴിഞ്ഞു പോകും. അതൊക്കെ നിനക്ക് സുഖമില്ല, ആ സമയമൊക്കെ കഴിഞ്ഞു പോകും. എല്ലാം തീരുമെന്നുള്ള ബോധമുള്ളപ്പോൾ ഒരു വിശ്വാസിക്ക് അത് കരുത്ത് പകരുകയാണ്. അതുകൊണ്ടാണ് എല്ലാം റബ്ബിന്റെ വിധിയാണ് എന്ന് ഈ വിശ്വാസി പറയുന്നത്. ഖുർആൻ പറഞ്ഞില്ലേ, കുല്ലു ഷൈഇൻ ഫഅലുഹു ഫിസ്സബർ വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തതർ. എല്ലാം അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹു മുഴുവനും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും രേഖപ്പെടുത്തി വെക്കാതെ നിന്നിട്ടില്ല. മഹാനായ ചില ആളുകളുണ്ട്, തവക്കുലു എന്നും പറഞ്ഞ് അള്ളാഹിന്റെ വിധി വരും, മിണ്ടാതിരി പാത്തിരിക്കുക, ഭക്ഷണമല്ലേ അല്ല തരാൻ തീരുമാനിച്ചതല്ലേ, അത് 4-ാം മാസത്തിൽ എഴുതി വെച്ചതല്ലേ എന്ന് പറഞ്ഞ് ആ തവക്കുലിൽ അതിൽ മാത്രം തവക്കുലാക്കുന്ന ആളുകൾ, വിധിയിൽ തവക്കുലാക്കുന്ന ആളുകൾ. ഒരു ദിവസം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ദഖല യൗമനിൽ മസ്ജിദ്, പള്ളിയിലേക്ക് ചെന്നു. അങ്ങനെ ചെന്നപ്പോഴുണ്ട് കുറെ ആളുകളുണ്ട് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. പണിക്കും പോലെ ഒന്നിനും പോലെ പള്ളിയിൽ കൂടെ അങ്ങനെ നടക്കുന്ന ആളുകളാണ്. പള്ളിയിൽ കൂടെ പണിയെടുക്കാൻ പറ്റുന്ന ആളുകളാണ്. അങ്ങനത്തെ ആളുകളുടെ അത് നല്ല ശീലമാണ്. പള്ളിയിൽ കൂടെ അങ്ങനെ പോയാൽ മതി, വെള്ളിയാഴ്ച പോയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ളൊരു ധാരണ എന്താണ്. അപ്പൊ ആരോഗ്യമുള്ളവനും ജോലി ഒഴിവാക്കിയിട്ട് ഇതിന് പോകാൻ ഇങ്ങനെ കുറച്ച് ആളുകൾ പണി നിർക്കാതെ പള്ളിയിൽ കൂടിയതായിട്ട് കണ്ടപ്പോൾ മഹാനായ പോടാവിടുന്ന് പള്ളി എന്നവരെ അട്ടി ഓടിച്ചു. എന്നിട്ട് പറഞ്ഞു, ആകാശത്തുനിന്ന് സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ മഴ വർഷിക്കുന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാരിക്കൂട്ടാമായിരുന്നു. ആകാശത്ത് നിന്ന് ഇങ്ങനെ സ്വർണ്ണഖനികൾ വീണുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വെള്ളി വീണുകൊണ്ടിരിക്കുന്നു. നിങ്ങളതിങ്ങനെ വാരിക്കൂട്ടുന്നത്, ചാക്കിലാക്കുന്ന ഒരു പണിയും എടുക്കാതെ നിങ്ങളൊക്കെ മടിയന്മാരായി പള്ളിയിൽ വന്നിരുന്നത് നടക്കില്ല. നിങ്ങൾ അള്ളാഹു നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ പണിയെടുക്കണം. ഒരു ദിവസം മഹാനായ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഒരു അറാബി ഒന്നുകൊണ്ട് ചോദിച്ചു, ഞാൻ എൻ്റെ ഒട്ടകത്ത് എന്താ ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ ഒട്ടകത്ത് എന്താണ് ചെയ്യേണ്ടത്? എന്റെ ബാബുൽ മസ്ജിദ്
പള്ളിന്റെ വാലെടുത്ത് കൊണ്ടുവന്ന് വാഹനങ്ങളൊക്കെ നിർത്തിയില്ലേ നമ്മൾ? ഇന്നത്തെ വാഹനം കാറാണെങ്കിൽ അന്നത്തെ വാഹനം ഇങ്ങനെയാണ്, ഒട്ടകങ്ങളാണ്. ഇതഹൽ പള്ളിയിലേക്ക് കടന്നാൽ എന്താ ചെയ്യേണ്ടത്? ആ വാഹനം അവിടെ കെട്ടിയിട്ട് പോരണോ, അതല്ല അതിനുപേക്ഷിക്കണോ, അല്ലല്ല എന്നും പറഞ്ഞ് അങ്ങനെ പോരണോ എന്ന്. അതൊക്കെ അല്ല നോക്കൂലേ? ഈ വാഹനല്ലേ, അള്ളാന്റെ വിധി ഉണ്ടെങ്കിൽ അതിവിടെ ഉണ്ടാവും, ഇല്ലെങ്കിലും അതുണ്ടാവില്ല എന്നുള്ള ഒരു രീതിയിലാണ്. മഹാനായ നബി നിങ്ങൾ പറഞ്ഞു, ഒരു പണി നീ ചെയ്യണം, അത് കെട്ടിയിടണം, എന്നിട്ട് തവക്കുല. കെട്ടിയിടുക എന്നുള്ളത് നിന്റെ ബാധ്യതയാണ്. ആ ബാധ്യത നീ നിർവഹിക്കുക. രോഗം വന്നാൽ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നുള്ളത് നിന്റെ ബാധ്യതയാണ്. റോട്ടിലൂടെ നിയമങ്ങൾ പാലിച്ച് വാഹനം ഓട്ടണമെന്നുള്ളത് നിന്റെ പരിയാണ്, നിന്റെ പണിയാണ്. എന്നാലും ചിലപ്പോൾ വിധികളൊക്കെ വന്ന് എത്ര സൂക്ഷിച്ചു വന്നാലും ബാക്കിൽ നിന്ന് വന്ന് നമ്മളെ ഇടിക്കാവുന്നതാണ്. അതൊക്കെ അലല്ല എന്ന് പറയാനുള്ള മനസ്സ് നിനക്കുണ്ടാവും. രാത്രി കടന്നുറങ്ങുമ്പോഴേ നിന്റെ സമ്പത്തുകളും സമ്പാദ്യങ്ങളും സ്വർണ്ണാഭരണങ്ങളും നല്ല രീതിയിൽ ബന്ധവസ്ഥ ഇത് പൂട്ടിവെക്ക്, എന്നിട്ട് തവക്കൽ അലല്ലാന്ന് പറ. എന്നാലും അത് കൊണ്ടുപോകാൻ കഴിയും, പക്ഷേ തവക്കൽതു അലല്ലാഹ് എന്ന് നീ പറയൂ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അഅ്റാബിയോട് പറയുകയാണ്.